അമ്മായി. ഓ അസത്തിന് തുടങ്ങി. വെറുതെ കിടന്ന് ഒച്ച വയ്ക്കലടി വട്ടുപിശാശൻ. അമ്മായി, എന്താ മോളെ? ആരാണ് അയാള്? എന്താ അവൻ വല്ല വൃത്തികേട് കാണിച്ചോ? അയാളുടെ ഒരു നോട്ടം കാണണം. മനുഷ്യന്റെ അവിടെ ഇവിടെയൊക്കെ അല്ലേ നോക്കണേ. എടി അതൊക്കെ ഒരു സുഖല്ലടി മോളെ. എനിക്കൊന്നും ഇഷ്ടമല്ല. എന്റെ മോളെ, കല്യാണം കഴിക്കാത്തോണ്ടാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. കല്യാണം കഴിക്കേണ്ട പ്രായത്തിൽ കഴിച്ചില്ലെങ്കിൽ ആണുങ്ങൾ അങ്ങനെയൊക്കെ നോക്കുമ്പോ നമ്മള് പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോവും മോളെ. എന്റെ മോനവൻ സദാശിവൻ. കൊറേ കാലായിട്ട് അവൻ ദുബായിലായിരുന്നു. ദുർഗ പറഞ്ഞപ്പോഴാ ഞാൻ അവനെ കത്തയച്ചു വരുത്തിയത്. അവന് തീരെ താല്പര്യമില്ലായിരുന്നു. ഞാൻ അവന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ട് അവനെത്തി. മോളെ, 1,00,000 രൂപ ശമ്പളം കളഞ്ഞിട്ട് അവനിവിടെ എത്തിയിരിക്കണേ. ആ മോൾക്ക് അവനെ ഇഷ്ടപ്പെട്ടോ? അല്ല, ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ തന്നെ പറഞ്ഞേര്. ഞാൻ അവനെ പറഞ്ഞുവിടാ. എടാ സദാശിവ, എടാ സദാശിവ. വേണ്ട അമ്മായി. നീ എന്തിനാടാ പൽപ്പിനോട് മോശമായിട്ട് പെരുമാറിയത്? ഒന്നും നോക്കി, അത്രേ ഉള്ളൂ. ഈ ജാതി ഉരുപ്പിടികളെ കണ്ട് എങ്ങനെ നോക്കാതിരിക്കുക? ഞാൻ മോശമായിട്ടൊന്നും പെരുമാറിയില്ല. അമ്മയുടെ മോൻ ഇപ്പൊ ഡീസന്റാ. ഓ, എനിക്കറിയില്ല നിന്റെ ഡീസല്. നീ നോക്കണം, ഇനി നോക്കണം. അവളെയല്ല, അവളെ മൂത്തൊരുത്തിണ്ട്. അവളെ ദുർഗാദേവി. ആ, നിനക്ക് ഈ അമ്മ വേണ്ട ഒത്താശകളൊക്കെ ചെയ്തുതരാം. അവളാണ് ഈ വീടിന്റെ നെടുന്തൂണ്. എടാ, കോടിക്കണക്കിന് സ്വത്തുള്ള തറവാട ഇത്. ഇതെല്ലാം നമ്മുടെ പേരിലാക്കണം. അത് നീ വിചാരിച്ചാലേ നടക്കൂ. ഇവിടത്തെ പെണ്ണുങ്ങൾ ആരും ഇതുവരെ കിട്ടിയിട്ടില്ല. മൂത്ത് നരയ്ക്കാൻ തുടങ്ങിയിട്ട് എന്താ പെണ്ണുങ്ങൾ ഇതുവരെ കെട്ടിക്കാതിരുന്ന? അത് വലിയൊരു കഥയാണ്. ചുരുക്കി പറ. ഇക്കണ്ട സ്വത്തുക്കൾ ഈ പുത്തൂരൻ കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തേക്ക് പോകാതിരിക്കാൻ ഇവിടത്തെ കാരണവര്, അതായത് ദുർഗേര തന്ത, ഒരു വില്ല് എഴുതി വെച്ചിട്ട് ഈ തറവാട്ടിലെ കുട്ടികൾ പുത്തൂരൻ തറവാട്ടിൽ നിന്നല്ലാതെ മറ്റൊരു തറവാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചാൽ അവർക്ക് ഈ സ്വത്തുക്കൾക്കൊന്നും അവകാശം ഉണ്ടായിരിക്കില്ല എന്ന്. അത് ശരി. ബെസ്റ്റ് തന്ത. തന്തമാരായ ഇങ്ങനെ വേണം. സദാശിവ, നിന്റെ ഭാഗ്യം തെളിഞ്ഞൊന്ന് കരുതിയാ മതി. അകന്ന ബന്ധത്തിൽപ്പെട്ടതാണെങ്കിലും ഈ തറവാട്ടിൽപ്പെട്ടതാണ് നീയും. നിനക്കട ഈ സ്വത്തുക്കൾ അനുഭവിക്കാൻ വിധി. ഏതാ ഈ വാദരോഗി? ഇതാണ് ഈ തറവാട്ടിലെ ഏക ആൺതരി ഉണ്ണി. ടൗണിൽ കോളേജിൽ പഠിക്കും. എന്താണോ നോക്കി പല്ലിളിക്കുന്നത്? നല്ല അനുസരണയുള്ള ചെക്കൻ. ഞാൻ അനുസരണ പഠിപ്പിക്കാം. വീണ്ടും കാരണം ഇവന് നല്ലൊരു അഭ്യാസിയാക്കണമെന്ന് ആ ദുർഗയുടെ ആഗ്രഹം. ഈ പോക്ക് പോയ അഭ്യാസിയാകും. അവൻ ആരോ ആയിക്കോട്ടെ, നീ ദുർഗയുടെ നേരെ ഒരു കണ്ണ് വയ്ക്കണം. പക്ഷേ സൂക്ഷിക്കണം. എന്തിന്? നീ കണ്ടതുപോലെയൊന്നല്ല. അവളൊരാണ, ആരെയും വെല്ലുന്നവള്.